നമസ്കാരം. CPM-ന്റെ കോട്ടയെന്ന് അവകാശപ്പെട്ട കണ്ണൂരിൽ വമ്പൻ തോൽവി നേരിടേണ്ടി വന്ന ഞെട്ടലിലാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെതിരെ അണികളുടെ രോഷം അണപൊട്ടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ജനവിധിയെ മാനിക്കുന്നുവെന്ന് അസ്തിത്വമില്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയ രാഗേഷിന്റെ പോസ്റ്റിന് താഴെ CPM പ്രവർത്തകർ പൂരപ്പാട്ടാണ് നടത്തുന്നത്. രാഗേഷും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചേർന്ന് പാർട്ടിയെ കുളം തോണ്ടിയെന്നാണ് അണികളുടെ പ്രധാന ആക്ഷേപം. P. ജയരാജനെ പോലെയുള്ള ജനകീയ നേതാക്കളെ മൂലക്കിരുത്തി പിണറായിയുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതാണ് കണ്ണൂരിലെ ഈ ഗതികേടിന് കാരണമെന്ന് പ്രവർത്തകർ തുറന്നടിക്കുന്നു. പിണറായിക്ക് ഇഷ്ടമില്ല എന്നതല്ലാതെ P. ജയരാജന് എന്ത് അയോഗ്യതയാണുള്ളത് എന്നാണ് കമന്റുകളിലെ പ്രധാന ചോദ്യം. P. ജയരാജൻ സെക്രട്ടറി ആയിരുന്നെങ്കിൽ കണ്ണൂർ കോട്ടയിൽ ഒരു വിള്ളൽ പോലും വീഴില്ലായിരുന്നുവെന്നും സൈബർ സഖാക്കൾ ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ പാർട്ടിയുടെ ഏഴയില് തടിപ്പിക്കരുതെന്നും അയാളുടെ എന്ത് ബാധ്യതയാണ് പാർട്ടിക്കുള്ളതെന്നും പ്രവർത്തകർ രൂക്ഷമായ ഭാഷയിൽ ചോദിക്കുന്നു. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ഭാര്യാഭക്തി എന്നാണ് അണികൾ വിശേഷിപ്പിക്കുന്നത്. ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നതാണോ പാർട്ടി നയം എന്ന ചോദ്യം നേതൃത്വത്തിന്റെ കുടുംബ രാഷ്ട്രീയത്തിന് നേരെയുള്ള വിരൽ ചൂണ്ടലായി മാറി. CPM ഉറച്ചു വിശ്വസിച്ചിരുന്ന പയ്യന്നൂരും തളിപ്പറമ്പും മട്ടന്നൂരും ധർമ്മടവുമൊക്കെ ഇത്തവണ നേതൃത്വത്തിന് നൽകിയത് കൃത്യമായ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണെന്ന് അണികൾ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും സ്വന്തം മണ്ഡലത്തിൽ ആദ്യ റൗണ്ടുകളിൽ പിന്നിലായതും ഭൂരിപക്ഷം ഇടിഞ്ഞതും പാർട്ടികളിലെ പടലപ്പിണക്കങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു. ജില്ലാ കമ്മിറ്റിയിലെയും സെക്രട്ടേറിയറ്റിലെയും നേതാക്കൾ തന്നെ വിമതരായി മത്സരിച്ച് പാർട്ടിയെ തോൽപ്പിച്ചപ്പോൾ അത് കാണാൻ പറ്റാത്ത ജില്ലാ സെക്രട്ടറി എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നതെന്നാണ് അണികളുടെ ചോദ്യം. നിങ്ങൾ മുകളിൽ നിന്ന് അയച്ചു തരുന്ന സർക്കുലറും വിശദീകരണവും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കാലമൊക്കെ പോയി സഖാവേ എന്ന മുന്നറിയിപ്പോടെയാണ് ഭൂരിഭാഗം കമന്റുകളും അവസാനിക്കുന്നത്. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 9 ജയിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് 5 UDF പിടിച്ചെടുത്തത് രാഗേഷിന്റെയും ഗോവിന്ദന്റെയും നയങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കത്തിൽ പിന്നിലായ കാഴ്ച തന്നെ ഞെട്ടിച്ചെന്നും തന്റെ ചങ്കിടിപ്പേറ്റിയെന്നുമാണ് തളിപ്പറമ്പിലെ വിജയ് TK ഗോവിന്ദൻ പ്രതികരിച്ചത്. പിണറായി പരാജയപ്പെടുമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത്തരമൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയത് മുഖ്യമന്ത്രിയും പാർട്ടിയും ഗൗരവമായി കാണണം. ഇനിയെങ്കിലും തെറ്റുകൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ CPM-ന്റെ കാലശേഷം കേരളത്തിലും പാർട്ടി ബാക്കിയുണ്ടാകില്ലെന്നും ബംഗാളിന് സമാനമായ തകർച്ച നേരിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തളിപ്പറമ്പിൽ താൻ നേടിയ വിജയം താൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ആശയങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമാണ്. ഉൾപാർട്ടി ജനാധിപത്യം തകർത്ത് കുടുംബാധിപത്യവും പിന്തുടർച്ച അവകാശവും നടപ്പിലാക്കാൻ നോക്കിയപ്പോഴാണ് താൻ എതിർപ്പുമായി രംഗത്ത് വന്നത്. താൻ മുന്നോട്ട് വെച്ച നിലപാടുകൾക്ക് തളിപ്പറമ്പിൽ മാത്രമല്ല പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയെ തകർക്കാനല്ല മറിച്ച് തിരുത്താനാണ് താൻ ആഗ്രഹിക്കുന്നത്. തളിപ്പറമ്പിലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും പാർട്ടി അണികളും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 22,000 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിലാണ് താൻ 12,500 വോട്ടുകൾക്ക് ജയിച്ചതെന്നത് ശ്രദ്ധേയമാണ്. കേഡർ വോട്ടുകൾ ലഭിക്കാതെ ഇത്തരമൊരു വിജയം സാധ്യമാവില്ലെന്നും കേരളത്തിലുടനീളമുള്ള പ്രവർത്തകർ തന്റെ നിലപാടിനൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ വെറുപ്പും എതിർപ്പും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി പിന്നിലായപ്പോൾ തനിക്ക് വേവലാതിയുണ്ടായെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. പിണറായി തോൽക്കുക എന്നത് പറയുമ്പോൾ എനിക്ക് ചങ്കിടിപ്പുണ്ടായി. പക്ഷേ ആ നിലയിലേക്ക് ജനവികാരം എത്തി എന്നത് പിണറായിയും പാർട്ടിയും മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേതൃത്വത്തിന്റെ ശൈലി കൊണ്ടാണ് പാർട്ടി പതനത്തിലേക്ക് പോകുന്നത്. സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറാകണം. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറായില്ല എങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചരിത്രമായി മാറുമെന്നും ബംഗാളിലെ അവസ്ഥയിലേക്ക് കേരളം നീങ്ങുമെന്നും TK ഗോവിന്ദൻ ആവർത്തിച്ചു.